ഒരിക്കൽ രുചിച്ചു നോക്കാമെന്ന് കരുതി നമ്മളിൽ പലരും ഉപയോഗിച്ചു തുടങ്ങിയ ഒന്ന്, മറഡോണയെ പോലെ പല ഇതിഹാസ താരങ്ങളുടെയും കരിയർ വരെ നശിപ്പിച്ച ഒന്ന്, അതെ, ലഹരി. ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആയെന്ന് MMO കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുക്കം NIT പോലെയുള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലാണ്. നിരന്തരം അന്വേഷണങ്ങൾ വരുന്നുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികളാരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം, പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തെളിവൊന്നും പറയാൻ ആരും തയ്യാറുമല്ല, തെളിവുകൾ ലഭ്യവുമല്ല. പക്ഷെ വിദ്യാർത്ഥി ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ ആ ഒരു മേഖലയിൽ നിന്ന് മാറ്റി വീണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം, ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതിലേക്ക് ടെൻഷൻ കാരണമാവുന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. അത് നമ്മളുടെ ഈ ഫിലിമും സൊസൈറ്റിയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയാണ്, നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അതന്നെ ഒന്നാമത്തെ തെറ്റാണ്. ഡ്രഗ് യൂസ് ചെയ്യുക എന്നതിന്റെ അപ്പുറത്തേക്ക് ടെൻഷൻ മാറാൻ ഒരുപാട് വേറെ പ്രതിവിധികളുണ്ട്. ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്കുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന്, ഫാമിലിന്റെ ഭാഗത്തുനിന്നൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ അവരെ ഒരു പരിധി വരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒന്ന്, അവരുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസിനെ റിഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ടോക്സിഫൈഡ് ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് ഡീടോക്സിഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിംറ്റംസ് കാണിക്കും. അത് അവരെ തിരിച്ച് ഡ്രഗിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കേഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ നിക്കോട്ടിൻ പോലുള്ള മെഡിക്കേഷൻസ് ആണെങ്കിൽ ഒരു പരിധി വരെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. തിരക്കേറിയതും മാനസിക സംഘർഷമേറിയതുമായ ജീവിതത്തെ അതിജീവിക്കാൻ വേണ്ടി പുതുതലമുറ കണ്ടെത്തിയ കുറുക്കുവഴിയാണ് ലഹരി. എന്നാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നേറുന്നതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.